നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി. വലപ്പാട് കോതകുളത്ത് ഗുഡ്സ് പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് താന്യം പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിമുക്തഭട കുടുംബ സംഗമവും നടന്നു. വാർത്തകൾ വിശദമായി. തൃപ്പയാർ ഏകാദശിക്ക് പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ തുടക്കമായി. ദശമി ദിവസം രാവിലെ 9 മുതൽ 11 വരെ പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. തുടർന്ന് ഭക്തിഗാനാർച്ചന, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, വൈകിട്ട് 3 മണിക്ക് ശാസ്താവിന് എഴുന്നള്ളിപ്പും നടന്നു. രാത്രി 10 മണിക്ക് വിളക്കും നടക്കും. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 30 ദിവസത്തെ വാദ്യോപാസനയ്ക്ക് സമാപനമായി. നവംബർ 14 മുതൽ ഡിസംബർ 13 വരെയാണ് ക്ഷേത്ര കിഴക്കേ നടയിൽ 30 ദിവസത്തെ വാദ്യോപാസന നടന്നത്. വലപ്പാട് കോതകുളത്ത് ഗുഡ്സ് പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. കോതകുളത്തിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഹൈവേയിൽ ഞായറാഴ്ച പുലർച്ചെ 4:30-ക്കാണ് അപകടമുണ്ടായത്. വയനാട് മീനങ്ങാടി സ്വദേശി സേനായി മൻസിലിൽ ആഷിഖിനാണ് പരിക്കേറ്റത്. വയനാട് മീനങ്ങാടിയിൽ നിന്നും പച്ചക്കായ കയറ്റി കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് പിക്കപ്പ് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് മറിഞ്ഞ ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. നാട്ടിക ഫയർഫോഴ്സ് സ്ഥലത്തെത്തി 3/4 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഇയാളെ പുറത്തെടുത്തത്. കാലിനും മുഖത്തും പരിക്കേറ്റ ആഷിഖിനെ തൃപ്പയാർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് പോലീസ്, ഫയർഫോഴ്സ്, ആക്ട്സ് പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംഭവത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് താന്യം പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിമുക്തഭട കുടുംബ സംഗമവും പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ ചേർന്നു. എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ജോഷി PA ഉദ്ഘാടനം ചെയ്തു. താന്യം ബ്ലോക്ക് പ്രസിഡന്റ് ഗോപിനാഥൻ TR അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനൻ ദാസ് ചക്കാമഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന വിമുക്ത ഭടന്മാരെ ആദരിച്ചു. താന്യം പഞ്ചായത്ത് സെക്രട്ടറി ഷനിത് TS, പഞ്ചായത്ത് ട്രഷറർ T അരവിന്ദൻ, മഹിളാ വിംഗ് അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ജിൻസി തോമസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VK മുകുന്ദൻ, മഹിളാ വിംഗ് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ വാൾട്ടൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഭാസ്കരൻ, പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി VA സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചാഴൂർ, മണലൂർ, അന്തിക്കാട് പഞ്ചായത്തുകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടിയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.
പാലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ മുന്നോടിയായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. മേൽശാന്തിമാരായ പുന്നപ്പള്ളി മനയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും രവി നമ്പൂതിരിയും ചേർന്ന് കലവറ നിറയ്ക്കലിന് ഭദ്രദീപം തെളിയിച്ചു. രാംകുമാർ കാട്ടാനിൽ കലവറ നിറയ്ക്കൽ സമർപ്പണം നിർവഹിച്ചു. രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ കുമരംകണ്ടത്ത് രാംകുമാർ കാട്ടാനിലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ശേഷം എല്ലാ ഭക്തജനങ്ങളും കലവറയിലേക്കുള്ള സാധനങ്ങൾ സമർപ്പിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൺ കരുമാശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, കൺവീനർ കരുണാകരൻ പാലേക്കൽ, ജോയിന്റ് കൺവീനർ സുകേഷ് വാര്യത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ദേശവിളക്ക് മഹോത്സവവും മണ്ഡലപൂജയും അന്നദാനവും ഡിസംബർ 20 ശനിയാഴ്ചയാണ്. ശാസ്താവിൻ്റെ ഈ വിഭവ സംഹാരണത്തിന് എത്തിച്ചേരാനും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ശ്രേയസ്സിനും ഈ പൊതുവെ ഈ നാട്ടിലെല്ലാവർക്കും സന്തോഷവും സമാധാനവും ശാസ്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. കയ്പമംഗലം ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് മഹോത്സവം നടത്തി. കയ്പമംഗലം കൊളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും താലങ്ങളുടെയും താളമേളങ്ങളുടെയും ചിന്തുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ AR സുബ്രഹ്മണ്യൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഏഴമ്പലം കൂട്ടി ശിവദാസൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. ഗണപതി ഹോമം, ദീപാരാധന, അന്നദാനം, ശാസ്താംപാട്ട്, ഭജന, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയും ദേശവിളക്കിന്റെ ഭാഗമായി നടന്നു. ഭാരവാഹികളായ സനേഷ് കാഞ്ഞിരപ്പറമ്പിൽ, സന്തോഷ് മൂത്തേരി, മണികണ്ഠൻ പയറ്റില്ലം പറമ്പത്ത്, ഉണ്ണികൃഷ്ണൻ ഇളയത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിഞ്ഞനത്തെ വീട്ടുപറമ്പിലെ വിറകുവരയിൽ കയറി കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പെരിഞ്ഞനം സ്വദേശി കയ്പമംഗലം മതിലകം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് SIയുടെ വീട്ടിലെ വിറകുവരയിലാണ് പാമ്പിനെ കണ്ടത്. വന്യജീവി സംരക്ഷകൻ താഹിർ അഴീക്കോട് എത്തിയാണ് കരിമൂർഖനെ പിടികൂടിയത്. മൂർഖനെ വനപാലകർക്ക് കൈമാറും. ഇടവേള. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയും നടക്കുന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സൗജന്യ നേത്ര ചികിത്സ, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നത്. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ക്ലബ്ബ് പ്രസിഡന്റ് ഏകലവ്യൻ പി കെ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന പ്രതാപൻ, ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ, മാധവമേനോൻ പി, സുരേഷ് NM, സുഭാഷ് ഞാറ്റുവെട്ടി, സാനി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ ബ്ലഡ് പ്രഷർ, ഷുഗർ ടെസ്റ്റും നടന്നു. എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടത്തുന്ന സൈറ്റ് ഫസ്റ്റ് ക്യാമ്പാണ് ഇന്ന് നടത്തുന്നത്. ഇത് 30 വർഷത്തിലേറെയായി ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ നടത്തുന്ന പ്രോഗ്രാമാണ്. ഇത് 365ാമത്തെ സൈറ്റ് ഫസ്റ്റ് ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ ഒരു കണ്ണ് പരിശോധിച്ച് ചികിത്സ ആവശ്യമുള്ള, ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ ശസ്ത്രക്രിയ നടത്തി അടുത്ത ദിവസം ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. കൊച്ചിൻ ഐ ഫൗണ്ടേഷനായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ ഏകാദശി സ്റ്റാൾ തുറന്നു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് രക്ഷാധികാരി TK ഷൺമുഖൻ മുഖ്യാതിഥിയായിരുന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് P വിനു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ P മാധവമേനോൻ, ജില്ലാ പ്രതിനിധി TU സുഭാഷ് ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രേംലാൽ വലപ്പാട്, അഭയ് തൃപ്രയാർ, രാജേഷ് TG, വാസൻ KR, മുഹമ്മദ് ഫറൂഖ്, കൃഷ്ണനുണ്ണി, ഗോപാലകൃഷ്ണൻ UP, പൊന്നൻ തൃപ്രയാർ, MS സജീഷ്, ദിൽഷ വിജയ്, രഹന ബിനീഷ്, ഡ്രൈവർമാരായ രൺധീർ, ഷുബിൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് സർക്കാരിന് ലഭിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളതുമായി നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അകത്ത് ചില ആംബുലൻസ് 22 എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാലിറ്റീവുമായി ബന്ധപ്പെട്ട രോഗികളെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പാലിറ്റീവിന് വേണ്ടി നമ്മൾ വാഹനം സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആർട്സിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കാര്യക്ഷമമായി സംഘടിപ്പിക്കുമ്പോൾ ഇതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വാഹനം അതിപ്രധാനമാണെന്നാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതുമായി ആലോചിച്ചും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നാണ് യോജിക്കുന്നത്. അതോടൊപ്പം തന്നെ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് നേടി ഭരണം നിലനിർത്തിയ LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാടനപ്പള്ളി സെൻട്രലിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് സുരേഷ് മഠത്തിൽ, അഷറഫ് വലിയകത്ത്, VA ഷാജുദ്ദീൻ, KK അനിൽകുമാർ, KD സതീഷ്, CM നിസാർ, TN ഉദയകുമാർ, MB ബിജു, VD പ്രേംപ്രസാദ്, ഗിരീഷ് മാത്തുക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച PK സുധർമ്മൻ, ഹേമലത പ്രതാപൻ, PB നിലേഷ് ജിത്ത്, CB സുനിൽകുമാർ, PR സുഷിൽ, MS സുജിത്ത്, റെജിന രാജു, IN സുധീഷ്, V മുരളീധരൻ, ഷൈജ ഉദയകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടിലങ്ങാടി ഡിവിഷനിൽ നിന്നും വിജയിച്ച ഷൈന മുഹമ്മദ് എന്നിവർക്ക് ഹാരാർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സജിതയ്ക്ക് സ്വീകരണം നൽകി.
തളിക്കുളം ലയൺസ് ക്ലബ്ബ് രക്തദാന ക്യാമ്പ് നടത്തി. GST ജോയിന്റ് കമ്മീഷണർ അഭിലാഷ് PA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ അഡ്വക്കേറ്റ് CBK ലാൽ, സെക്രട്ടറി നന്ദകുമാർ കുനിയത്ത്, ട്രഷറർ AP രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. രക്തദാനം മഹാദാനം എന്ന് നാം എല്ലാവരും ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം ഇത്തരം ചടങ്ങുകളിലൂടെ ഓരോരുത്തരിലും എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ നമുക്കെവർക്കും സംശയമില്ല. ഇനിയും ഇത്തരം സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുന്ന ചടങ്ങുകളും ഉത്തരവാദിത്തങ്ങളും ലയൺസ് ക്ലബ്ബ് ഏറ്റെടുക്കും എന്നുള്ളതിൽ നിസ്സംശയം പറയാൻ സാധിക്കും. ഇനിയും ഇത്തരം ചടങ്ങുകളും സന്നദ്ധ പ്രവർത്തനങ്ങളും നിറവേറ്റുവാൻ ലയൺസ് ക്ലബ്ബിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി. വലപ്പാട് കോതകുളത്ത് ഗുഡ്സ് പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ യുവാവിന് പരിക്കേറ്റു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് താന്യം പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിമുക്തഭട കുടുംബ സംഗമവും നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.